മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വഴി വളരെ എടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ? ഈ വഴി വളരെ എടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ? കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ഹായിതല്ലോ മോക്ഷവഴി. ഈ വഴി വളരെ എടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ? കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ഹായിതല്ലോ മോക്ഷവഴി. ഈ വഴി വളരെ എടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ? ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. എല്ലാ പ്രിയ ശ്രോതാക്കളെയും ദൈവവചന കേൾവിയിലേക്ക്, മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 312 എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. ഇന്ന് ഉൽപ്പത്തി പുസ്തകം 40 അധ്യായത്തിലേക്ക് ദൈവകൃപയിൽ ശരണപ്പെട്ട് നാം ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. 40 അധ്യായത്തിൽ വരുമ്പോഴും യോസഫ് എന്ന ദൈവഭക്തനായ യൗവനക്കാരൻ കാരാഗ്രഹത്തിൽ തന്നെയാണ്. അവൻ്റെ സ്ഥിതിക്ക് നാം 40 അധ്യായം ചിന്തിച്ചു തുടങ്ങുമ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവഭക്തന്മാരാണ് എന്നതുകൊണ്ട് പ്രശ്നങ്ങൾ വരികയില്ല എന്ന് വേദപുസ്തകം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൽ നിന്ന് നാം നന്മ അനുഭവിക്കുന്നത് പോലെ തന്നെ ദൈവം നമുക്ക് അനുവദിക്കുന്ന ചില പ്രത്യേക വേളകളും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരേണ്ടതിന് ദൈവകൃപയോടെ അനുഭവിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇതാ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കഥാപുരുഷനായ യോസഫിൻ്റെ ജീവിതത്തിലും ഇതേ കാര്യം തന്നെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അപ്പൻ്റെ ഭവനത്തിലെ സന്തോഷ സമയങ്ങളുണ്ട്. പിന്നീട് നാം നോക്കുമ്പോൾ ഈജിപ്തിൽ രണ്ടാമനായി വാഴുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ദൈവം അനുവദിച്ച കാരാഗ്രഹം യോസഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്നുള്ളത് മറക്കുവാൻ പാടില്ലാത്ത വിഷയമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതങ്ങളിലും ദൈവം അനുവദിക്കുന്ന ചില പ്രത്യേകമായ വേദനവേളകൾ, സങ്കടവേളകൾ, രോഗങ്ങൾ, ഒറ്റപ്പെടലുകളൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ ഓർമ്മപ്പെടുത്തട്ടെ, അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് അത് മുഖാന്തരം മഹത്വപ്പെടുകയും നമ്മുടെ ജീവിതങ്ങൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഭവിക്കുകയും ചെയ്യുമെന്നുള്ളത് യോസെഫിൻ്റെ ജീവിതം കാണിച്ചു തരുന്ന അനുഗ്രഹീതമായ ചിത്രമാണ്. യോസെഫിൻ്റെ കാരാഗ്രഹവാസം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങൾ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വസ്തുത 3 വാക്യം 40 അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലാണ് കാണുന്നത്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: അവരെ അകമ്പടി നായകൻ്റെ വീട്ടിൽ യോസഫ് ബദ്ധനായി കിടന്ന കാരാഗ്രഹത്തിൽ ആക്കി. ഇവിടെ അവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫറവോൻ്റെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമാണ് ഇപ്പോൾ യോസഫിൻ്റെ അതേ കാരാഗ്രഹത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ രണ്ടുപേരെയും കുറിച്ച് 1 വാക്യത്തിൻ്റെ പരാമർശം ശ്രദ്ധിക്കുക. അനന്തരം മിസ്രൈം രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും മിസ്രൈം രാജാവായ തങ്ങളുടെ യജമാനനോട് കുറ്റം ചെയ്തു. തുടർന്ന് 3 വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ രണ്ടുപേരെയും അകമ്പടി നായകൻ്റെ വീട്ടിൽ യോസഫ് ബദ്ധനായി കിടന്ന അതേ കാരാഗ്രഹത്തിൽ ആക്കുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഈ കാരാഗ്രഹത്തിലേക്ക് വന്നത്? അതിൻ്റെ പിന്നിലുള്ള പദ്ധതി ദൈവത്തിൻ്റെത് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് കുറെ അങ്ങോട്ട് മുന്നോട്ട് ഈ ചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന വസ്തുതയാണ്. അവരിൽ ഒരാളിലൂടെയാണ് പിന്നീട് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് യോസഫ് ഫറവോൻ്റെ മുൻപിൽ
എത്തപ്പെടുന്നതും സ്വപ്നം വ്യാഖ്യാനിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ രണ്ടുപേരെയും അതേ കാരാഗ്രഹത്തിൽ എത്തിച്ചത് ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയുടെ ഒരു ചിത്രമാണ് എന്നുള്ളത്. നമ്മുടെ ജീവിതങ്ങളിൽ ഓർക്കേണ്ടുന്ന വിഷയം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം അനുവദിക്കപ്പെടുന്ന പ്രശ്നങ്ങളിൽ ദൈവം സകല കാര്യങ്ങളും നിയന്ത്രിച്ചുകൊള്ളും. നമ്മുടെ അടുക്കലേക്ക് ദൈവം ചിലരെ ദൈവത്തിൻ്റെ പദ്ധതി നിവൃത്തിയാകേണ്ടതിന് അയക്കുകയും ചെയ്യും. അവർ എങ്ങനെയുള്ളവരെന്ന് നാം ഇപ്പോൾ ചിന്തിക്കേണ്ടതായിട്ടില്ല. ഈ രണ്ടുപേരെയും സംബന്ധിച്ചുള്ള ചിത്രമല്ല നമുക്ക് പ്രധാനം യോസഫിൻ്റെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നോക്കണം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനേക ആളുകൾ മാറി മറിഞ്ഞു വന്നു വന്നേക്കാം. എന്നാൽ അവരെ നിയന്ത്രിക്കുന്ന, നമ്മെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും, നമ്മുടെ ജീവിതങ്ങളിൽ വരുന്ന ഓരോ ആളുകളും ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ ആത്യന്തികമായി നാം ദൈവത്തിൻ്റെ ഉത്തമമായ പദ്ധതിയിലേക്കുള്ള പാതയിലാണ് എന്നുള്ളത് മറക്കുവാൻ പാടുള്ളതല്ല. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഈ അപരിചിതരായ 2 ഉദ്യോഗസ്ഥർ യോസഫിൻ്റെ കാരാഗ്രഹത്തിൽ എത്തപ്പെടുമ്പോൾ അത് ദൈവം മുൻകണ്ടിരുന്ന വസ്തുതയാണ് എന്ന് യോസഫിന് അന്ന് അറിയുമായിരുന്നില്ല. ഒരുപക്ഷെ ദൈവഭക്തനായിരുന്നതുകൊണ്ട് യോസഫ് കർത്താവിൻ്റെ കരങ്ങളാണ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കി കാണും. തൻ്റെ ജീവിതത്തിൽ വരുന്നതെല്ലാം ദൈവത്താൽ നിയന്ത്രിതമാണ് എന്ന് അവനറിയാമായിരുന്നുവെന്ന് ന്യായമായി ചിന്തിക്കാം. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളോ തുടർന്നു വരുവാൻ പോകുന്ന കാര്യങ്ങളൊന്നും യോസഫിന് അറിയുമായിരുന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, അവൻ്റെ കാരാഗ്രഹവാസത്തിൽ അനുവദിക്കപ്പെട്ട ഈ 2 ആളുകൾ, അതിലൊരാളിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി അവൻ്റെ ജീവിതത്തിൽ തുറക്കപ്പെടുവാൻ പോകുന്നുവെന്നുള്ളത് യോസഫിന് അറിയുകയില്ലായിരുന്നെങ്കിലും, അവരെ ജയിലിലാക്കിയ ആർക്കും അറിയുകയില്ലായിരുന്നുവെങ്കിലും ദൈവത്തിന് അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പറഞ്ഞത് അത് ദൈവ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നുള്ളത്. ഇന്ന് ഈ സമയം നമ്മുടെ ജീവിതത്തിൽ ചിലരെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, എന്തിന് ചിലർ എൻ്റെ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ടു എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നത് കൊണ്ട് ദൈവം കാര്യങ്ങളെ ഭംഗിയായി നിർവഹിപ്പാൻ മതിയായ ദൈവമാണ്. യോസഫിൻ്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആളുകളിലൂടെ ദൈവം യോസഫിൻ്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ പ്രവർത്തിച്ച് അവനെ ഉത്തമമായ നിലയിലെത്തിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിലും ഇത് മറക്കണ്ട. കർത്താവിന് പ്രവർത്തിപ്പാൻ ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെടുന്നു എന്നുള്ളത്. അതിലൂടെ ഒരു പക്ഷേ നമ്മളെ പക്വതയും പാകതയുമുള്ളവരാക്കി തീർക്കുന്ന അനുഭവമായിരിക്കാം ഉണ്ടാകുക. ഒരു പക്ഷേ ചില ആത്മീയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യം ദൈവത്തിനുണ്ടായിരിക്കാം. ഒരുപക്ഷെ നാം അറിയാത്ത ഏതെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി നിവർത്തിക്കപ്പെടുന്നതിന് ഭാഗമായിരിക്കാം അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത്. അതുകൊണ്ട് കാരാഗ്രഹത്തിലാണെങ്കിലും അനുവദിക്കപ്പെടുന്ന ഏത് വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാലും ഓർക്കുക, അതിൻ്റെ ആത്യന്തിക നിയന്ത്രണം നീ ദൈവഭക്തനായി തുടരുന്നുവെങ്കിൽ കർത്താവിനുള്ളതാണ്. കർത്താവ് അത് നിർവഹിക്കും. ഈ ചിന്തയിൽ ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. കഷ്ടതകൾ തീർക്കുവാൻ ഭക്തന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടുമേ. കഷ്ടതകൾ തീർക്കുവാൻ ഭക്തന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടുമേ. മുട്ടുകൾ തീർത്തിടും, കണ്ണുനീർ തുടയ്ക്കും, ദുഃഖമെല്ലാം തീർന്നിടുമേ. മുട്ടുകൾ തീർത്തിടും, കണ്ണുനീർ തുടയ്ക്കും, ദുഃഖമെല്ലാം തീർന്നിടുമേ. കഷ്ടതകൾ തീർക്കുവാൻ ഭക്തന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടുമേ.